എങ്ങനെയുണ്ടായിരുന്നു പടം? അങ്ങനെ കുറച്ച് ഭാഗമാണ്. എങ്ങനെ സഞ്ജയ് ദത്തൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കാജൽ അഗർവാളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മളെ ഒരു ഞാൻ ശിവഭക്തിയാണ്, അപ്പം നമുക്കൊരു ഭക്തിയാണല്ലോ. അപ്പം ഇങ്ങനത്തെ മൂവി കാണുമ്പോൾ ശരിക്കും കൂടുതൽ തോന്നി. ശിവ കണ്ടിട്ട് ഇടക്കിടക്ക് ഞങ്ങളെല്ലാം ശിവനെ ശിവനെ എന്ന് വിളിക്കുന്നത് വേറൊന്നുമല്ല, ചെയ്യുന്നത് ഒരു ഭംഗിയായിട്ട് ഇതിനൊക്കെ ഇടണ്ട. കാരണം ഞാൻ പറയാൻ താല്പര്യമില്ല, ഒന്ന് ഞാൻ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഭക്തി എന്നുൾപ്പെടെ എൻ്റെ വരുമാനം സിനിമ എന്നുള്ളതാണ്. ഞാൻ ചെയ്യുന്ന ജോലി ഫൈറ്റാണ്. അപ്പോൾ എനിക്കതൊരു തൃപ്തി എല്ലാം തോന്നിക്കഴിഞ്ഞാൽ ഒരു കോമഡി, അതായത് നമ്മൾ ഭക്തിയോട് കാണേണ്ട ഭാഗങ്ങൾ പോലും കോമഡി ആയിരിക്കും. ഒരു കണ്ട് ചിരിച്ച് ഇറങ്ങാമെന്നുള്ള പറ്റിയൊരു പടമാണ്. ഭയങ്കര മാസമായിട്ടാണ് കാണിക്കണമെങ്കിലും നമുക്ക് ആദ്യം തൊട്ടേ ഭയങ്കര പോസിറ്റിവിറ്റി എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഭയങ്കര നന്മ, ഭക്തി ഇതൊക്കെ പകർക്കാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ ആകെ ലാലേട്ടൻ്റെ സീനും അതുപോലെ പ്രഭാസിൻ്റെ സീനുകൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഭയങ്കര കംപ്ലീറ്റ് കോമഡിയാണ്. നമുക്കൊരു ട്രോള് നമ്മൾ വീഡിയോ ഒക്കെ ട്രോളന്മാരുടെ വീഡിയോ ആണ്. ആ ഒരു കംപ്ലീറ്റ് ആ ഒരു മൈൻഡോടുകൂടി വന്നു കഴിഞ്ഞാൽ പടം കംപ്ലീറ്റ് ഇരുന്ന് ചിരിച്ചിരിക്കാം. തിയേറ്ററിലൊക്കെ ഫുള്ള് ഓരോ സീനും ചിരിയാണ്. അത് നമുക്ക് മലയാളം ആകുന്നതോറും നമുക്ക് നല്ല ഡയലോഗ്സും നമുക്ക് നല്ല ചിരിക്കാനുള്ള വകയുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമുക്കൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ പടം ആ ട്രോൾ സെൻസിലേക്ക് പോകും. പിന്നെ നമ്മൾ അങ്ങനെ കണ്ടിട്ടിരിക്കും. സ്റ്റോറി കേട്ടോ, നമ്മൾ പഴയ കുമാരസംഭവം ആ പടം അത് തന്നെ ഇച്ചിരി നമ്മളിവിടെ ഒരു മലേഷ്യയിലെ ആമസോൺ കാട്ടിലൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതാണ് ഈ പടം. BGM കാര്യങ്ങളൊക്കെ BGM പിന്നെ പാട്ടൊന്നും കുഴപ്പമില്ല, BGM കുഴപ്പമില്ല, ആ വിഷ്വൽസൊന്നും കുഴപ്പമില്ല. ബാക്കിയൊക്കെ പടം ഈ പറഞ്ഞ പോലെ ട്രോള് പടം. ലാലേട്ടൻ ചെയ്യാൻ വേണ്ടി അത്യാവശ്യം സീനും കൊള്ളാം. പിന്നെ പ്രഭാസിൻ്റെ സീനും നമുക്ക് ബോറായിട്ട് തോന്നിയില്ല. അത്യാവശ്യം അവരുടെ രണ്ടുപേരുടെ സീൻസും കുഴപ്പമില്ല. ബാക്കിയുള്ള നമുക്ക് ഈ പടം തന്നെ ചിരിയാണ് വരുന്നത്. നമുക്കൊരു കഥയൊന്നും പറയാനില്ല. എന്തായാലും കുമാരസംഭവം ഒരു ന്യൂ ജനറേഷൻ കുമാരസംഭവത്തിൻ്റെ ഒരു നല്ല വിഷ്വൽ ട്രീറ്റ്. കണ്ണപ്പ എന്തുട്ടപ്പ ഈ പടം അങ്ങനെ പറയാം. കാരണം ഇതെന്തോ ഈ പടം പിടിച്ച ആളെന്ന് പറഞ്ഞാൽ വല്ല ശിവഭക്തനോ അങ്ങനെ കാര്യമോ പുള്ളിയുടെ ഭക്തി കാണാൻ വേണ്ടി പുള്ളി ചെയ്ത പടമായിരിക്കുള്ളൂ ഇതാണ്. പിന്നെ പടത്തിൽ എടുത്തു പറയാനുള്ളത് ആകെ ഒരു BGM കൊള്ളാം. പിന്നെ അതുപോലെ തന്നെ ക്യാമറ വർക്കൊക്കെ നല്ല രസമായിട്ടുണ്ട്. സ്ഥലങ്ങൾ കാട്ടുന്നതിലും അങ്ങനത്തെ സ്ഥലം അതൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. വേറെ ഒന്നും ഇല്ല പടത്തിൽ. പിന്നെ 3 മണിക്കൂർ നമുക്ക് AC കൊണ്ട് തിയേറ്ററിലിരിക്കാം. ആ ഒരു ഗുണം ഈ പടത്തിന് കിട്ടി. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. പിന്നെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പ്രഭാസ് അത് മോഹൻലാലിൽ ഇതിന് ഫൈറ്റ് ചെയ്യണമെന്ന് സംഭവമുണ്ട്. മറ്റേ അതിൽ നടനായിട്ട് നായകനായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സംഭവമുണ്ട്. അതിൽ മോഹൻലാൽ എന്തൊക്കെ കാട്ടിക്കൊടുക്കണം. അത് മോഹൻലാൽ ദൈവമാണ്. അങ്ങനത്തെ ഒരു എന്തോ ഇത് ആണ് കാട്ടിയത്. എനിക്കൊന്നും മനസ്സിലായില്ല സത്യം പറഞ്ഞാൽ. പിന്നെ എന്നിട്ട് പടം ഒന്നിനും കൊള്ളില്ല. അത് വേണമെങ്കിൽ അത്രയും ഞാൻ പറയാം. അത്ര തന്നെ. അക്ഷയ് കുമാർ കാജു ആ കാജൽ അവർ രണ്ടുപേരും ശിവന്റെ കൂടെ ഉള്ളതായിട്ട് മൊത്തം തമ്മിലുണ്ട്. അത് ആകാശത്തിരുന്ന് അങ്ങനെ കാണാം. ഏതോ മലയാളം മുകളിലിരുന്ന് കാണുന്നു. ആ ഒരു രീതിയിലേ വന്നിട്ടുള്ളൂ. പിന്നെ ലാസ്റ്റൊക്കെ വന്നുണ്ട് കേട്ടോ, ഭക്തി വന്നു എന്ന് പറഞ്ഞിട്ട് വന്നുണ്ട്. അല്ലാണ്ട് എനിക്ക് ഈ പടം കണ്ടിട്ട് ഒന്നും തോന്നിയില്ല സത്യം പറഞ്ഞാൽ. അതാണ് ഫിലിമാണ്. ടിസ്റ്റുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല. കാസ്റ്റിംഗ് നല്ലതാണ്. ലാലേട്ടൻ ചെയ്തിട്ടുണ്ട്. മെയിൻ റോഡ് നമ്മൾ ഉണ്ണുമൂത്തം ചെയ്യേണ്ടതായിരുന്നു. എല്ലാം കൊണ്ടും ലാഗ് എനിക്ക് തോന്നിയില്ല. ബോക്സ് ഓഫീസ് ഹിറ്റാവും തോന്നുന്നില്ല. നല്ലൊരു സ്പിരിച്വൽ ഫാന്റസി മിത്തോളജിക്കൽ ഫിലിമാണ്. ആ രീതിയിലെടുത്താൽ കുഴപ്പമില്ല. ലാലേട്ടൻ എങ്ങനെയുണ്ട്? ലാലേട്ടൻ അവിടെ തന്നെ ആക്ഷൻ ചെയ്ത് ശരിയായിട്ടോ റൊമാൻസ് ചെയ്ത് ശരിയായിട്ടോ എൻ്റെ അഭിപ്രായം പറയാൻ പറ്റും.